പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ല പ്രഭാതത്തെയും നല്ല ദിവസത്തെയും ഓർത്ത് നല്ല ദൈവത്തിന് നന്ദി പറയാം. രാവിലെ POC പോയി കുർബാന കാണാൻ, സീറോ മലബാർ കുർബാന തന്നെ കാണാനുള്ള ഭാഗ്യം ഇന്ന് കിട്ടി ദൈവം തന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാര്യങ്ങളാണല്ലോ പലപ്പോഴും സംസാരിക്കുന്നത്. സത്യത്തിൽ ഈ വിമത പുരോഹിതരെന്ന് പറയുന്നവർക്ക് സ്നേഹത്തിൻ്റെ ഒരു കണിക പോലും അവരുടെ ജീവിതത്തിൽ ഇന്നില്ലാതാ പോയിരിക്കുന്നു. അതെന്താ അങ്ങനെ പറയുന്നത്? അവർക്ക് അവരോട് സ്നേഹമില്ല. അവർക്ക് അവരോട് സ്നേഹമില്ല, കാരണം നശിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് അധികാരികളോട് സ്നേഹമില്ല, ഇടവക ജനത്തോട് സ്നേഹമില്ല, മാതാപിതാക്കളോട് സ്നേഹമില്ല. ഈ ലോകത്തോട് യാതൊരു തരത്തിലുമുള്ള പ്രതിബദ്ധതയില്ലാതെ അവർ തിന്മയുടെ വഴിയെ പോയിക്കൊണ്ടിരിക്കുന്നു. സത്യമല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ. എനിക്ക് എന്നോട് സ്നേഹമുണ്ട്. ഞാൻ ഇന്നായിരിക്കുന്ന സ്ഥലത്തും സാഹചര്യങ്ങളിലും ഉത്തരവാദിത്വങ്ങളിലും അത് നിറവേറ്റാൻ തക്കതരത്തിൽ ആരോഗ്യം നേരെ നിർത്തുവാൻ, പേര് നേരെ നിർത്തുവാൻ, സാമൂഹിക ബന്ധങ്ങൾ നേരെ നിർത്തുവാൻ ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്നോട് തന്നെ സ്നേഹമുള്ളൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം അതാണ്. ഇവർക്ക് യാതൊരു തരത്തിലുള്ള സ്നേഹവുമില്ല. ഉണ്ടോ? ജന്മം നൽകിയ മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ ഇവർക്ക്? കൂടെ വളർന്ന കൂടപ്പിറപ്പുകളോട് സ്നേഹമുണ്ടോ? ആരോടും സ്നേഹമില്ലാത്തൊരു വർഗമായി അധപ്പതിച്ചിരിക്കുന്നു. ഒരു മനുഷ്യരോടും അവർക്ക് സ്നേഹമില്ല. കാരണം താൻ സ്നേഹിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി എന്തും സഹിക്കാൻ, എന്തും ത്യജിക്കാൻ, എന്തും അനുസരിക്കാൻ, തിന്മയല്ലാത്ത എല്ലാ കാര്യങ്ങളിലും അനുസരിക്കാൻ മനുഷ്യന് താല്പര്യമുണ്ടാകും. അതില്ലാതിരിക്കുമ്പോൾ ഉറപ്പായിട്ടും ഇവർ മനുഷ്യരാണോ എന്ന് പോലും പറയാനൊക്കത്തില്ല. കോലം മനുഷ്യരുടേതാണ്. എങ്ങനെയാണ് ഇങ്ങനെ വന്ന് രൂപപ്പെടുന്നത്? നമുക്കറിയാം, ഒരു മഞ്ഞുമല ഉണ്ടാകുന്നത് ഒന്നിച്ചൊരു മലയായിട്ടുണ്ടാകുകയല്ല. ഒരു തുള്ളി കട്ടിയായി, അതിനോട് ചേർന്ന് മറ്റൊരു തള്ളി കട്ടിയായി, അതിനോട് ചേർന്ന് മറ്റൊരു തള്ളി കട്ടിയായി, അങ്ങനെ കട്ടിയായി വരുമ്പോഴാണ് വലിയ ഐസ് കഷണങ്ങളുണ്ടാകുന്നത്, വലിയ മല പോലുണ്ടാകുന്നതൊക്കെ അങ്ങനെയാണ്. ഇതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ ഉള്ളിൽ എവിടെയോ നിന്ന് കയറിക്കൂടിയ, അത് നമ്മുടെ ആൻ്റണി നരികുളം അച്ഛൻ താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളോടെല്ലാം ഈ തിന്മയാണ് പഠിപ്പിച്ചു വിട്ടത്. അദ്ദേഹത്തിനുണ്ടായിരുന്ന എന്തൊക്കെയോ കിട്ടാതെ പോയതിൻ്റെ സങ്കടങ്ങളെല്ലാം ചുമന്നു കൂട്ടി സൂക്ഷിച്ചു വെച്ചു. അത് താൻ പഠിപ്പിച്ച പിള്ളേരുടെ ചങ്കിലേക്ക് കയറ്റി വെച്ചു. ഇത് പിള്ളേരല്ലേ, അവർ പഠിക്കാൻ വന്നതല്ലേ, അവർ പഠിച്ചതൊക്കെ സത്യമാണെന്ന് അവരങ്ങ് വിശ്വസിച്ചു. സഭയുടെ പ്രബോധനങ്ങളായിരുന്നില്ല, സ്വകാര്യ പ്രബോധനങ്ങൾ പോലെ പഠിപ്പിച്ച്, അക്കൂട്ടത്തിൽ സഭയുടെ പ്രബോധനങ്ങളും പഠിപ്പിച്ച് പുറത്തുനിന്ന് നോക്കുമ്പോൾ എല്ലാം വലിയ കുഴപ്പമില്ല. പക്ഷേ ഇത് മുഴുവനും ഈ തിന്മയാണ്, ഈ അച്ഛൻ്റെ തിന്മയാണ് കടന്നുകൂടിയത്. അത് കടന്നുകൂടി തന്നെയുമല്ല, സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ വന്നപ്പോൾ അതിനെ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെ മത്സരിക്കാൻ തുടങ്ങി. അതല്ലേ സത്യം? അതല്ലേ? ഞാനിതൊക്കെ പറയുമ്പോൾ എന്നോട് പലരും പല ചോദ്യം ചോദിക്കുക, നീ ആരാടാ? എൻ്റെ പൊന്ന സഹോദര, ഭൂമിയിൽ അല്പകാല ജീവിതമേ ഉള്ളൂ, നിത്യവാസം സ്വർഗത്തിലാണെന്നാണ് ക്രിസ്തീയ വിശ്വാസം. കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് അതാണ്. ഇവിടെ നിത്യവാസവുമില്ല, അല്പകാലത്തെ സ്വസ്ഥതയുള്ളതായിട്ടുള്ള ജീവിതവുമില്ല. വിശ്വാസം, വിശുദ്ധി, വിശ്വസ്തത, ഈ 3 വാക്കുകൾ. വിശ്വാസിയായിരിക്കണം, വിശുദ്ധനായിരിക്കണം, വിശ്വസ്തനായിരിക്കണം ഒരു പുരോഹിതനല്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കണം. അതിനെയും ഒരു അൽമായ സഹോദരനാണെങ്കിൽ പോലും അങ്ങനെ ആയിരിക്കണം. ഈ 3 കാര്യങ്ങൾ തെറ്റിപ്പോയാൽ ഇത് ചിന്തിച്ച് നോക്കിക്കേ. അപ്പനെയും അമ്മയും മുന്നിലിരുത്തിയാണ് ഈ പുത്തൻ കുർബാനയ്ക്ക് ഒരാളെ പുരോഹിതനാക്കുന്നത്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ സത്യപ്രതിജ്ഞയൊക്കെ ചെയ്യുന്നത്. തന്നെയല്ല, ഇത്തവണത്തെ ക്രിസ്മസിന് പല വൈദികരും വീട്ടിൽ പോയില്ല. വീട്ടുകാരൊക്കെ ശത്രുക്കളായി തീർന്നിരിക്കുന്നു.
ബോധമുള്ളവരൊക്കെ പറഞ്ഞു നീയൊക്കെ കാട്ടിക്കൂട്ടുന്ന ഈ തോന്നിവാസത്തിന് ഞങ്ങളാരും കൂട്ടില്ല. പണ്ടൊരച്ഛൻ പറയുമായിരുന്നു, ഞങ്ങൾ ക്രിസ്മസ് ദിവസം വെളുപ്പാങ്കാലത്തെ കുർബാനയും ചെല്ലിച്ചും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയിട്ട് വീട്ടിൽ പോയി ഉച്ചയ്ക്ക് അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കാൻ. ഇപ്പോൾ അങ്ങോട്ട് ചെല്ലണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പലരോടും പറഞ്ഞേക്കുന്നത് നീ ഇങ്ങോട്ട് വരണ്ട, ഈ വിശേഷ ദിവസം ഞങ്ങളുടെ കൂടെ തകർക്കണ്ട. കുടുംബത്തിൻ്റെ പേരുദോഷമായി ഇങ്ങനെയൊക്കെ തകർത്ത് തരിപ്പണമാകുമ്പോൾ ഇവർക്ക് എവിടെയെങ്കിലും സ്നേഹമുണ്ടോ? ദൈവത്തോടും സ്നേഹമില്ല, മനുഷ്യരോടും സ്നേഹമില്ല. ഇവരിൽ പ്രവർത്തിക്കുന്നത് അന്ധകാരത്തിൻ്റെ ആത്മാവ് ഉറപ്പാണ്. ഇവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തെങ്കിൽ അത് കെടുത്തിക്കളഞ്ഞിരിക്കുന്നു. കെട്ടുപോയെടുത്തൊന്നും പ്രകാശം വരില്ലല്ലോ. അതാണ് സംഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം ഇവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഇവർ ഈ സഭ വിട്ട് പോകാനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കാം. ഒന്നുകിൽ അകത്ത് അല്ലെങ്കിൽ പുറത്ത്. കയ്യാലപ്പുറത്തിരുന്ന് ഈ മറിയേണ്ട കാര്യമില്ലല്ലോ. അധികാരികളോട് ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഒരു ദിവസം നേരത്തെ ഈ ട്രീറ്റ്മെൻറ്റ് നടത്തിയൊന്ന് സുഖപ്പെടുത്തുന്നേ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേ. ഈ വലിയ പിതാവും കൊച്ചു പിതാവും എല്ലാം ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും 29-ാം തീയതി കുർബാനയില്ലോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായാലും നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ. ആമേൻ. ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ. ഓക്കെ.